തുർക്കിയെ സംബന്ധിച്ച് അവരുടെ മുകളിലൊരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഫാൻസായാലും അവരുടെ സപ്പോർട്ടേഴ്സായാലും അവരുടെ പ്ലെയേഴ്സായാലും. പക്ഷേ തുർക്കിക്ക് ബാക്ക് ടു ബാക്ക് തോൽവിയാണ് ആ വേൾഡ് കപ്പിൽ ഉണ്ടായത്. പറാഗ്വേക്കെതിരെയും അവർ തോറ്റു. തുർക്കിയെ പറ്റിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നോക്കുക വെച്ചാൽ അവർ 62 ഷോട്ട്സ് അടിച്ചു. പക്ഷേ ഒരു ഗോൾ പോലും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക് നല്ല വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിൻ്റെ അവരെ സ്കോഡ് എടുത്ത് നോക്കുക വെച്ചാലും. പിന്നെ അൽമിറോന് ഒരു റെഡ് കാർഡ് കിട്ടി. കാരണം ടർക്കിഷ് പ്ലെയറിനെ റേഷ്വലി അബ്യൂസ് ചെയ്തു കൊണ്ടാണ് അൽമിറോന് ആ റെഡ് കാർഡ് കിട്ടിയത്. പിന്നെ ചെക്കിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിൽ സൗത്ത് ആഫ്രിക്ക 1-1 ഡ്രോയിലാണ് അവസാനിച്ചത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു പോയിൻ്റ്. ഫസ്റ്റ് മാച്ചിൽ ഡ്രോയായ സ്വിറ്റ്സർലാൻഡ് 4-1 ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയ്ക്കെതിരെ ജയിച്ചു. അങ്ങനെ അവരുടെ ടേബിളിൽ 2ാം സ്ഥാനത്താണ് സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് കാനഡയാണ്. കാനഡ 6-0 ഖത്തറിനെ തോൽപ്പിച്ചു. ജൊനാഥൻ ഡേവിഡ് ഖത്തറിനെതിരെ 3 ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് മെസ്സിക്കൊപ്പം 1ാം സ്ഥാനത്തെത്തി ഗോൾഡൻ ബൂട്ടിൽ. പിന്നെ മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ മാച്ച് അതൊരു 1-0 മെക്സിക്കോ ജയിച്ചു. സൗത്ത് കൊറിയയ്ക്ക് 2 ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മെക്സിക്കോൻ്റെ പ്ലേയേഴ്സ് അതൊരു ഗോൾഡൻ ക്ലിയറൻസ് ചെയ്തു. പിന്നെ മെക്സിക്കോയാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ റൗണ്ട് 32 കളിക്കുന്ന ഫസ്റ്റ് ടീം. പിന്നെ മൊറോക്കോ വേഴ്സസ് സ്കോട്ട്ലാൻഡ് മാച്ച് അതൊരു 1-0 മൊറോക്കോ ജയിച്ചു. പിന്നെ ബ്രസീൽ വേഴ്സസ് ഹാറ്റി മാച്ചിൽ ബ്രസീൽ ജയിച്ചു 3-0. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു അസിസ്റ്റും ഒരു ഗോളും മാത്യസ് കുഞ്ഞയുടെ ബ്രേസും. അങ്ങനെ ബ്രസീൽ 3-0 ഹാറ്റിക്കെതിരെ ജയിച്ചു. പിന്നെ ഈ കളിയും നെയ്മർ കളിച്ചില്ല. കാരണം നെയ്മർ ഫുള്ളി ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ USA വേഴ്സസ് ഓസ്ട്രേലിയ മാച്ചിൽ USA ഓസ്ട്രേലിയനെ 2-0 തോൽപ്പിച്ചു. അതുപോലെ മെക്സിക്കോ പോലെ USA ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32 എത്തണ 2ാമത്തെ ടീമായി മാറി. അങ്ങനെ USA അവരുടെ ഗ്രൂപ്പിൽ ടേബിൾ ടോപ്പേഴ്സായി. ഈ ടീമുകളാണ് ഇപ്പോൾ റൗണ്ട് ഓഫ് 32 എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.